16 മാസത്തെ ബാധ്യത, കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എന്റെ മറുപടിയാണ്, 16 മാസത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷന്റെ അരിയസ്. സാർ, ഞങ്ങളിവിടെ പല പ്രാവശ്യം വിഷ്ണുനാഥൊക്കെ പല പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുണ്ട്. 2016 കഴിഞ്ഞിട്ട് ശ്രീ തോമസ് ഐസക്, അന്നത്തെ ധനകാര്യമന്ത്രി, ഇറക്കിയ വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആകെ കുറവ് ഒരു 3 മാസം കൊടുത്തില്ല. കാരണം ഭരണപരമായ നടപടിക്രമങ്ങൾ മാറുന്നതിന്റെ ഇടയിലായിരുന്നു അത് ചെയ്തത്. അതുകൊണ്ടാണെന്നും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. 806 കോടി രൂപയുടെ കുറവായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു കാലത്തും ഇത് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഒരു കളവ് 18 മാസം മുടങ്ങിയെന്ന് പറയാം. മാത്രമല്ല, നിങ്ങളുടെ കാലത്ത് നിങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ കാലത്ത് 4 മാസം ഇവിടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായെന്ന് റൂൾ 300 പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പറഞ്ഞതാണ് കുടിശ്ശിക തീർക്കുമെന്ന്. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയോ? പെൻഷൻ KSSPL പെൻഷന് വേണ്ടി ഉണ്ടാക്കിയ എക്സ്ട്രാ ബഡ്ജറ്ററി മെക്കാനിസമാണ്. അവരുടെ കടം എത്രയെന്നറിയാം? കൊടുക്കാനുള്ളത് 17,175 കോടി. സർ, ഒരു മാസത്തിൽ ആവറേജ് കൊടുക്കേണ്ടത് 1,100 കോടി രൂപയുടെ പെൻഷനാണ്. 1,100 കോടിയുടെ പെൻഷൻ. ഈ 17,175 കോടി രൂപയുടെ കടം ഈ സർക്കാരിന്റെ തലയിലാണ്. അതായത് 16 മാസത്തെ ബാധ്യത, കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എന്റെ മറുപടിയാണ്, 16 മാസത്തെ ഈ സർക്കാർ കൊടുത്തു, പണം കൊടുത്തത് ശരിയാണ്, പണം കൊടുത്തു. പക്ഷെ കടം മേടിച്ചാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേക്ക് ഈ കടം എടുത്തോളാൻ, നിങ്ങൾ വീട്ടിക്കോളാൻ, ഞങ്ങൾ വീട്ടിക്കോളാൻ. ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞല്ലോ. ആരെങ്കിലും ഇങ്ങനെ വഴങ്ങോ? സാർ, അങ്ങയുടെ പോയിന്റ് ക്ലിയർ ആക്കിയല്ലോ. സാർ, ഈ പറഞ്ഞത് ശരിയല്ല. ഈ കടം 48,000 കോടിയല്ല. കിഫ്ബിയുടെ കടവും ഈ KSSPLന്റെ കടം 48,000-ലല്ല 87,000 കോടിയാവും കടം. പിന്നെ കിഫ്ബി കടം എടുത്തിരിക്കുന്നത് പലിശ 9.9+ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഞങ്ങൾ കൊടുത്തു, കുടിശ്ശികയില്ല. കൊടുത്തത് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കുടിശ്ശിക മുഴുവൻ ഈ ഗവൺമെന്റിന്റെ തലയിലാണ്. ഈ ഗവൺമെന്റ് ഇവരുടെ 16 മാസം ഇവർ കൊടുത്ത പെൻഷൻ തുക ഈ ഗവൺമെന്റ് കൊടുക്കണം. 16 മാസം.